തെങ്ങ് പോലെ വളർന്നു നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടാകില്ല. ചായയിലിട്ട് കുടിച്ചാൽ നിങ്ങളുടെ ഷുഗർ രോഗവും നിയന്ത്രിക്കാം. ആഫ്രിക്കൻ മല്ലി, അതായത് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മല്ലിയില, ഇത് ചിലരുടെ വീട്ടിൽ കൃഷിയും കാണും. അതുപോലുള്ള ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. ഏത് ഇറച്ചിക്കറിയാണെങ്കിലും ഇറച്ചിക്കറിയിലിട്ടാൽ അടിപൊളിയായിട്ടുള്ള ഒരു രുചിയായിരിക്കും ഈ ഒരു മല്ലിയിലയ്ക്ക്, അത് ആഫ്രിക്കൻ മല്ലിക്കുള്ളത്. നമ്മുടെ ദഹനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് ഈ ഒരു മല്ലിയില കൊണ്ട് സഹായിക്കും. അതിന് എന്ത് ചെയ്യണമെന്ന് പറയാം, നമുക്കതിനെ പച്ചക്കും തിന്നാം, അതല്ല നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യാം. അതായത് നമ്മളിത് ജസ്റ്റ് ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നമ്മളൊന്ന് ചൂടായി കുടിച്ചാൽ നമ്മുടെ ഒരു ദഹനം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ശരിയായി കിട്ടും. നമ്മളൊരു കാരണവശാലും ഗർഭിണികളായ സ്ത്രീയും അതുപോലെ പാല് കൊടുക്കുന്ന സ്ത്രീകളും ഇത് നമ്മുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഇലകളിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു നീർക്കെട്ടിനുള്ള കഷായം തയ്യാറാക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വേരിൽ നിന്നുമാണ് നമ്മുടെ വയറുവേദനയ്ക്കുള്ള കഷായം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അത് രണ്ടും മറന്നുകൊണ്ട് കഷായം ഉണ്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് സാധനങ്ങൾ വെച്ച് കഷായം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഷുഗർ രോഗികൾക്ക്, അത് പ്രമേഹമുള്ളവർക്ക് എല്ലാം ഔഷധമായിട്ട് നമ്മുടെ ഈ ഒരു മല്ലിയില ഉപയോഗിക്കാം. അതും വെറുതെ അല്ല, മല്ലിയില ചായയിലിട്ട് ഉപയോഗിക്കാം. മല്ലിയില, അതായത് നമ്മുടെ ഒരു മല്ലിയില പറിച്ചിട്ട് ചെറിയ കുറച്ച് പീസാക്കിയിട്ട് ചായയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞതിൻ്റെ തൊട്ട് പനി ഉണ്ടെങ്കിലും ഛർദി ഉണ്ടെങ്കിലും, ഇനി അതല്ല ഈ ഒരു ഷുഗർ രോഗികൾക്ക് പോലും ഈ ഒരു സാധനം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു ഇലയ്ക്ക് ഇത്രയധികം ഔഷധ ഗുണം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇലയ്ക്കകത്ത്, അതായത് ഈ ചെറിയൊരു ഇലയ്ക്കകത്ത് ഇരുമ്പ്, കാൽസ്യം, കരോട്ടിൻ എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഔഷധ ഗുണം നമ്മുടെ ഈ ഒരു ഇലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്.